നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളൊരു മിക്സർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് USB ഔട്ട് എടുക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ആ ഔട്ട് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, എൻ്റെ കയ്യിൽ ഡൈനടെക്കിൻ്റെ ഒരു 24 ചാനൽ മിക്സറുണ്ട്. MDX24 എന്നാണ് അതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. അതിൻ്റെ തന്നെ MDX16ഉം MDX12ഉം ഒക്കെ ഉണ്ട്. ഇതിലെല്ലാം തന്നെ നമുക്ക് USB ഔട്ട് എടുത്തുകൊണ്ട് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് മൾട്ടി ട്രാക്ക് റെക്കോർഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. മൾട്ടി ട്രാക്ക് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കണക്ഷൻ എടുത്ത് ഔട്ട് എടുത്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ ചാനലിൻ്റെയും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് മൾട്ടി ട്രാക്ക് റെക്കോർഡിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഔട്ട് എടുത്ത സാധനം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്തും റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാംസങ്ങിൻ്റെ മൊബൈൽ ഫോണാണ്. ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മൾ പറയുന്ന വീഡിയോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ മിക്സറിൽ നിന്ന് വരുന്ന ഓഡിയോ നമുക്ക് ഫോണിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. ആദ്യം അതിനായിട്ട് നമ്മളൊരു കേബിൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ആ കേബിൾ കാണിക്കാം. കേബിൾ കാണിച്ചിട്ട് അതെങ്ങനെയാണ് നമ്മുടെ മിക്സറും മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആമസോണിൻ്റെ ഇതേപോലെ ഒരു പാക്കിങ്ങിലാണ് നമുക്ക് സാധനം കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ തുറന്നപ്പോൾ ഇതിനകത്ത് മറ്റൊരു പായ്ക്ക് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് പൊട്ടിച്ചിട്ട് മറ്റേ പായ്ക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ വേറൊരു പാക്കിനകത്താണ് ഇത് വന്നിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല പാക്കിങ്ങിലാണ് നമ്മുടെ കയ്യിൽ ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പായ്ക്ക് പൊട്ടിച്ചിട്ട് അതിനകത്ത് കേബിളൊന്ന് വെളിയിലെടുക്കാം. കേബിൾ വെളിയിലെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഒരറ്റത്ത് USB ടൈപ്പ് എയും മറ്റേ സൈഡിൽ ടൈപ്പ് ബിയും ആണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മിക്സറിൽ കണക്ട് ചെയ്തൊന്ന് ഉപയോഗിച്ച് നോക്കാം. നമ്മുടെ മിക്സറിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ ഈ കേബിൾ കണക്ട് ചെയ്യുന്നത്. ബാക്ക് സൈഡിൽ ഔട്ട്പുട്ട് കണക്റ്റേഴ്സ് എല്ലാം വരുന്നതിൻ്റെ അവിടെ പവർ കേബിളിൻ്റെ തൊട്ട് മുകളിലായി കണക്ട് ചെയ്ത കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ലോട്ട് കാണാം. അവിടേക്കാണ് നമ്മൾ നമ്മുടെ കേബിളിൻ്റെ ബി പോർട്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ കേബിൾ അവിടോട്ട് കണക്ട് ചെയ്യുകയാണ്. ഒരുമാതിരിപ്പെട്ട മിക്സറിലെല്ലാം നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഔട്ട് എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള മിക്സറിലെല്ലാം ഇതേപോലത്തെ കണക്ടറുകളായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കണക്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മറ്റേ അഗ്രം ഇതേപോലെ USB ടൈപ്പ് എ ആയിരിക്കും. ഇത് നമുക്ക് മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു OTG കണക്ടർ ആവശ്യമാണ്. ഇതിൻ്റെ കേബിൾ ടൈപ്പും കിട്ടും, ഇതേപോലെ സോളിഡ് ആയിട്ടുള്ളതും കിട്ടും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ ടൈപ്പ് എ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജിങ് പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് വെക്കുന്നു. അതിന് ശേഷം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കിട്ടുന്നതോടൊപ്പം തന്നെ മിക്സറിൽ നിന്നുള്ള ഓഡിയോയും കിട്ടും. ഞാനതിപ്പം നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്തു. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൈക്ക് ഇതാണ്. ഈ മൈക്ക് നമ്മൾ ഓണാക്കിയിട്ട് ഇനി കേൾക്കാവുന്ന ശബ്ദം ഈ മൈക്കിലൂടെ ഉള്ളതായിരിക്കും. നമുക്ക് നോക്കാം. ചെക്ക് 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 ഹലോ ഹലോ ചെക്ക് 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 ഹലോ. ഇനി ഞാനൊരല്പം ഡിലേ ആഡ് ചെയ്തിട്ട് ഒന്ന് സംസാരിച്ച് കാണിക്കാം. ചെക്ക് ഹലോ ചെക്ക് ചെക്ക് ഹലോ ഹലോ ചെക്ക് ചെക്ക്. ഇതേപോലെ USB ഔട്ട് എടുത്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒട്ടുമിക്ക മിക്സറുകളിൽ നിന്ന് നമുക്ക് മൊബൈൽ ഫോണിലേക്കും കണക്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ എവർക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നല്ലൊരു കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.